அரிசி அங்கிருந்து வருது. அப்ப வாரத்துக்கு ஒரு தடவை வருவீங்களா? ஃபர்ஸ்ட் டைம் வருவீங்க. வரும்போது 500 ரூபா இங்க கொடுக்கணும். இல்ல அங்க கொடுத்தோம். அங்க எங்க? தமிழ்நாடு. அங்க வாங்கல. அங்க வாங்கினாங்க. இங்க வாங்கினா தெரியல. 500 இது கொடுப்பீங்க சீலை வைக்கிறதுக்கு. சரிதானே? இனி கொடுக்க வேண்டாம், லஞ்சம் கொடுக்க வேண்டாம். தெரிஞ்சுதா? தெரியாது. இனி கொடுக்க வேண்டாம். சீல் போட்டு போயிடலாம். இது வச்சு கொடுத்தா ഡെയിലി 500 രൂപ കൊടുക്ക. എന്താ ഇവിടെ? ക്രിക്കറ്റ് എവിടെ കൊണ്ടുപോകണം? തൃശ്ശൂർ. എവിടെ നിന്ന് വരുന്നത്? ഇവിടെ കോയമ്പത്തൂർ. ഹലോ, സനു മഞ്ജു വാര്യറാണ്. സനുവിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഇത് കണ്ടു കൂട്ടുകാരെ, ഇത്രയും വൃത്തികെട്ട പണിയാണ് ഇവന്മാർ കാണിക്കുന്നത്. ഈ ചെക്ക് പോസ്റ്റിലിരിക്കുന്നവന്മാർക്ക് തന്നെ ശമ്പളം തികഞ്ഞിട്ടാണ് ഈ പാവപ്പെട്ട ഡ്രൈവർമാരെ എന്നതിനെ പിടിച്ചു മേടിക്കുന്നത്. അതുങ്ങൾ പാവപ്പെട്ടവന്മാർ ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് എവിടെയെല്ലാം പോയിട്ടാണ് തിരിച്ച് ഇവിടെ വരുന്നത്. നമുക്ക് അരി സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, ചെറുകിട ബിസിനസ്സുകാർ എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ച് ഇവിടെ വരുന്നത്. എന്നാൽ ചെക്ക് പോസ്റ്റ് ഇരുന്നുകൊണ്ട് കൈ നീട്ടി നാണമില്ലാതെ ഈ വൃത്തികെട്ടവന്മാർ കൈക്കൂലി മേടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഈ ചെക്കിങ് നടന്നുകൊണ്ട് ആണ് ഇത് നമ്മൾ വിളി വന്നത്. ആ ഒരു 10 മിനിറ്റുള്ള വീഡിയോയ്ക്കകത്ത് ഒരു 10-30,000 രൂപ അതിനിടയ്ക്ക് ഇവന്മാർക്ക് വന്നതാണ്. ഓരോ മിനിറ്റിലും 2-3 പേര് 500-1000 രൂപ വെച്ചോ ഇവർക്ക് കൊണ്ട് കൊടുക്കുക. കാരണം ഇതൊരു പടിയാണ്, ഇതൊരു ഒരു ശീലമായിപ്പോയി ഇവിടെയൊക്കെ. കാരണം ഇവർക്ക് അറിയത്തില്ല. കാരണം ഡ്രൈവർമാർ വിചാരിക്കുന്നത് ഉണ്ടെങ്കിലേ കൊടുത്ത് വിടുകയുള്ളൂ എന്ന് വിചാരിക്കുന്നത്. കാരണം എല്ലാ പേപ്പറും എല്ലാ സാധനങ്ങളും ഓക്കെ ആണെങ്കിൽ പോലും കൊണ്ട് പൈസ കൊടുക്കുകയും ഇവന്മാർ മേടിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുക. ഇല്ലെങ്കിൽ ഇവന്മാർ ആ വണ്ടി ചിലപ്പോൾ അവിടെ തന്നെ രൂപയ്ക്കും. അതുകൊണ്ടായിരിക്കില്ല ഒരു പാവങ്ങൾ കൊണ്ട് കൊടുക്കുന്നത്. എന്നാൽ ഈ ചെക്കിങ്ങിന് വന്ന പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഇവിടെ പൈസ കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്തൊരവസ്ഥയാണ് എനിക്ക്. എന്നിട്ട് നാളെ ഈ ചെക്കിങ് ഇല്ലാത്ത സമയത്ത് നാളെ ഈ ചെക്ക് പോസ്റ്റ് വരുന്നു മറ്റേ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ. അല്ല അവർക്കതിൽ പ്രത്യേക ഒരു അന്വേഷണമോ ഒരു ആക്ഷനോ ഉണ്ടാകുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്ന് നിൽക്കും? കാലാകാലങ്ങളായിട്ട് ഇത്ര വൃത്തികേട് കാണിച്ചുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇതിൻ്റെ മാറ്റം ഉണ്ടാകണ്ടേ? സാധാരണക്കാരന് ജീവിക്കണ്ടേ?